ഹലോ ഹലോ, മിസ്റ്റർ ഗഫൂർ അല്ലേ? അതെല്ലോ, നിങ്ങൾ ആരാണ്? ഞങ്ങളുടെ കമ്പനിയുടെ ഈ വർഷത്തെ ലക്കി പേഴ്സൺ അവാർഡിന് നിങ്ങളുടെ പേരാണ് നറുക്കിൽ വീണത്. ആണോ? പേരുത്ത് സന്തോഷായി. സമ്മാനത്തുകയായ 10 ലക്ഷം രൂപ കിട്ടാൻ ഞങ്ങൾ ചോദിക്കുന്ന 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾ കൃത്യമായി മറുപടി തന്നാൽ മാത്രം മതി. ഓ, അതൊക്കെ നമ്മൾ ഏറ്റുന്ന്. 10 ലക്ഷത്തിന് വേണ്ടി 4 അല്ല 40 ചോദ്യത്തിന് വരെ ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാണ്. ചോദിച്ചോളി. ഓക്കെ, 4 ചോദ്യങ്ങളാണുള്ളത്. ആദ്യത്തേതിന് ഉത്തരം പറഞ്ഞാൽ 1000 രൂപ, രണ്ടാമത്തേതിന് 10,000, പിന്നെ 1 ലക്ഷം, 4 ശരിയായാൽ 10 ലക്ഷം. നിങ്ങൾ കൊതിപ്പിക്കാണ്ട് വേഗം ചോദിക്കുന്നു. 1000 രൂപയ്ക്കുള്ള ആദ്യത്തെ ചോദ്യം, ആരാണ് മോഹൻലാൽ? ഇതാണ് ചോദ്യം. ഓപ്ഷൻ തരാം. എ സിനിമാ താരം, ബി മന്ത്രി, സി വ്യവസായി, ഡി ക്രിക്കറ്റ് പ്ലെയർ. സിനിമാ നടൻ. വെരി ഗുഡ്. ഇനി 10,000 രൂപയുടെ ചോദ്യം. പോരട്ടെ. ആനകൾ തടി പിടിക്കും, എന്നാൽ മനുഷ്യന്മാർ എന്ത് പിടിക്കും? ഓപ്ഷൻ എ കൊടി, ബി വടി, സി പൊടി, ഡി മടി. ഓപ്ഷൻ ഡി, മനുഷ്യന്മാരും മടി പിടിക്കും. കൺഗ്രാറ്റുലേഷൻ, 10,000 രൂപ നേടിയിരിക്കുന്നു. ഇനി അടുത്ത ചോദ്യം 1 ലക്ഷം രൂപയുടേതാണ്. എന്റെ കുട്ടി ചോദിച്ചോ, ഉത്തരം വരിക ഗഫൂർ റെഡിയല്ലേ? ഓക്കെ, ഇതാ പിടിച്ചോ. പൂച്ച കണ്ണടച്ച് പാൽ കുടിക്കും, മനുഷ്യൻ എന്ത് കുടിക്കുമ്പോഴാണ് കണ്ണടയ്ക്കാറുള്ളത്? അല്ല, പണി കിട്ടിയോ? പേടിക്കേണ്ട, ഓപ്ഷൻ തരാം. എ ചായ, ബി ചാരായം, സി കോല, ഡി മോര്. അത് കോള. കോള. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻ, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നു. അള്ളാന്റെ മോനെ, സന്തോഷം കൊണ്ട് ഞമ്മക്ക് കൈയും കാലും വറക്കണ്. എടി സൂറാവിയേ, സൂറാവി. എന്തേനോ ഇത് കേട്ടോ, ഞമ്മക്ക് 1 ലക്ഷം റുപ്യ സമ്മാനം അടിച്ചെന്ന്. ഒരു ഉത്തരം കൂടി പറഞ്ഞാ 10 ലക്ഷം റുപ്യ കിട്ടും. അല്ലാ, എന്നാ ഞമ്മള് സഹായിക്കാം ഉത്തരം പറയാനേ. എന്നിട്ട് വേണം ഉള്ളതും കൂടി ഇല്ലാണ്ടാക്കാൻ. ഈ ചെല്ല് യാത്തോട്ട് വണ്ടി വിട്ടോ. ഈ ചോദിക്കോ മോനെ. അടുത്ത ചോദ്യം വളരെ ശ്രദ്ധിച്ചു വേണം ഉത്തരം പറയാൻ, കാരണം ഇതിന് ഓപ്ഷൻസ് ഇല്ല. ഉത്തരം പറയാൻ വെറും 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. കുടുങ്ങിയ റബ്ബേ, ഇത് ആദ്യമേ പറഞ്ഞെന്നെങ്കില് സൂറാബിനെ കൂടി പിടിച്ചുവിടെ എടുത്തായിരുന്നു. എന്തായാലും ചോദിക്ക്. പെട്ടെന്ന് മുങ്ങാൻ കഴിയുന്ന ഏക ജീവി. 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻസ് ഒന്നുമില്ല. കുടുങ്ങിയല്ലോ. സൂറാനെ തന്നെ വിളിക്ക. സൂറാ, മോളെ സൂറാ. ഇപ്പൊ എന്നോട് എന്താ ഒരു സ്നേഹം? ഇക്കാന്റെ തങ്കക്കൂടല്ലേ. ഇതിന്റെ ഉത്തരം പറഞ്ഞ 10 ലക്ഷം റുപ്യ നമുക്ക് കിട്ടും. അതിന്റെ പാതി നമ്മളെ നിൽക്കരാ. എന്താ? ആണോ? എന്നാ നിങ്ങള് ചോദ്യം ചോദിക്ക്. പെട്ടെന്ന് മുങ്ങാൻ കഴിയുന്ന ജീവി ഏതാണ്? അതാണ് ചോദ്യം. ഇതിപ്പോ ഇത്ര പേരുത്ത് ആലോചിക്കാൻ എന്താ ഉള്ളു? കടക്കാരെ കാണുമ്പോ നിങ്ങള് മുങ്ങാറില്ലേ? പിന്നെ ഞാൻ പോലും മസിയിട്ട് നോക്കി നിങ്ങളെ കാണാനില്ലല്ലോ. പോണേ പോട്ടേന്ന് നിങ്ങൾ 2 കൽപ്പിച്ച് പറഞ്ഞോ. പെട്ടെന്ന് മുങ്ങാൻ പറ്റണ ജീവി മനുഷ്യൻ. ഉത്തരം മനുഷ്യൻ. യെസ്, റൈറ്റ് ആൻസർ. യെസ്, യു സെഡ് ഇറ്റ്. ഞങ്ങളുടെ ആദ്യത്തെ ലക്കി വിന്നർ നിങ്ങളാണ്. ഇനി 10 ലക്ഷം നിങ്ങളുടെ സ്വന്തം. അല്ല, ഇനി പൈസ നിങ്ങൾ ഇവിടെ കൊണ്ടുതരുമോ? ഞങ്ങളുടെ രീതി അനുസരിച്ച് ക്യാഷ് ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാനാണ് പതിവ്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും പറഞ്ഞു തന്നു. ദാ പിടിച്ചോ. 000534834. ഇപ്പൊ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. എടീ, നമ്മൾ ബാങ്ക് പോയിട്ട് വരാം. തിരിച്ചു വരുമ്പോ എനിക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ ഉണ്ടാവും കേട്ടോ. പ്ലീസ് ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ്. എന്ത് പൈസ കിട്ടിയോ? എന്നിട്ട് എവിടെ? എനിക്കല്ലടി, ഇന്റെ അക്കൗണ്ടിലെ പൈസ ഓർക്കാണ് കിട്ടിയത്. ഇപ്പം മനസ്സിലായി, പെട്ടെന്ന് മുങ്ങാൻ മാത്രല്ല, പെട്ടെന്ന് മുക്കാൻ കഴിവുള്ള ജീവിയും മനുഷ്യനാണെന്ന്. ഹലോ, ഇത് നമ്മളാണ്. ആരെന്നോ? ഏടോ, ഈ ജോലി ചെയ്യുന്ന കമ്പനിന്റെ മുതലാളിന്ന്. പിന്നെ ആ ബൈപ്പാസിലെ ഹോർഡിംഗ് തീരെ ശരിയായില്ല. നമ്മളെ കളറൊന്ന് കുറഞ്ഞ മാതിരി. ഈ ഒരു കാര്യം ചെയ്യും, ആ ഫോട്ടോ ഒന്ന് ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ട് കളറ് കൂട്ടിക്കോ. പിന്നെ നമ്മൾ അതിലിട്ട കൂളിംഗ് ഗ്ലാസ് പഴയ ഫാഷനാണ്, അത് മാറ്റിയിട്ട് ഒരു മഞ്ഞ കൂളിംഗ് ഗ്ലാസ് ആക്കിക്കോ. അതാ ഇപ്പോഴത്തെ ട്രെൻഡ്. ഓക്കെ, എന്നാ ശരി.
കഷ്ടം. എന്തൊക്കെ മാതിരി ആൾക്കാരാ നമ്മളെ നാട്ടില്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പുല്ല് പറിച്ച് തിന്നണത്? വിശന്നിട്ടാ സാറേ, ഒരാഴ്ചയായി പട്ടിണിയാ, കാശൊന്നും ഇല്ല. നിങ്ങളൊരു കാര്യം ചെയ്യ്, എന്റെ കൂടെ വീട്ടിലേക്ക് വന്നോളൂ. വളരെ നന്ദി സാറേ, പക്ഷെ ഞാൻ ഒറ്റയ്ക്കല്ല, എന്റെ ഭാര്യയും കുട്ടികളും ഉണ്ട്. എല്ലാവരും പട്ടിണിയാ. കുഴപ്പമില്ല, അവരെ കൂടി കൂട്ടി വണ്ടി കേറിക്കോ. ഗഫൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ MD വീണ്ടും മാധ്യമ ശ്രദ്ധയിലേക്ക്. വഴിയോരത്ത് പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തെ മൊത്തം ഏറ്റെടുത്ത് അഭയം നൽകിയിരിക്കുകയാണ് ശ്രീ ഗഫൂർ. അദ്ദേഹത്തിന് പത്മശ്രീ നൽകണമെന്നാണ് നാട്ടുകാരായ ചിലരുടെ അഭിപ്രായം. ബൈപ്പാസിൽ നിന്നും കോഴിക്കോട് വിഷന് വേണ്ടി ന്യൂസ് കുമാർ. ഇന്നത്തെ കാലത്ത് ഇത്രയും സ്നേഹമുള്ള ആളുകൾ ഇങ്ങനെയുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ല. ഞങ്ങളെ പോലത്തെ ആളുകളെ സാറിനെ പോലത്തെ മുതലാളിമാരുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുപോവാന്നൊക്കെ പറഞ്ഞ സാറ് ഞങ്ങളുടെ ദൈവമാണ്. നിങ്ങളിങ്ങനെ വയ്യോരത്ത് ഉണക്കപ്പുല്ല് നിന്ന് വിശപ്പടുക്കണ കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു പോയി. സത്യം, എന്റെ വീട്ടിലേക്ക് പോര്. അവിടെ നല്ല പച്ചപ്പുല്ല് 1.5 അടി ഉയരത്തിൽ വളർന്നിട്ടുണ്ട്. നിങ്ങൾ കുടുംബത്തോടെ അതൊന്ന് ക്ലീൻ ആക്കി തന്നാ മതി. ഓണതടിയുന്ന സൂറാവി. ഓ, ഇവള് എവിടെ പോയി കിടക്കാണ്? ഗൾഫിൽ നിന്ന് നമ്മൾ അളിയനായിരിക്കും. സൂറാവി, സീത്താനെ ആ ഫോണൊന്ന് എടുക്കി. നമ്മൾ അലക്കാണിന്ന്. ഓ, ഓളൊരു അലക്കല്. ഹലോ, ഈ പാട്ട് റിംഗ് ടോൺ ആക്കുന്നതിന് വേണ്ടി ഒന്ന് അമർത്തുക. പണ്ടാരടങ്ങാനായിട്ട് ഇങ്ങനെ വിട്ടാ പറ്റൂല. ഒരു പണി കൊടുക്കണം. ഹലോ, കസ്റ്റമർ കെയർ അല്ലേ? കുട്ടി കല്യാണം കഴിച്ചാണോ? എന്ത് മേരീഡ് ആണോന്ന്? സുബ്ഹാനല്ലാ. എന്നാ പിന്നെ നമ്മൾ നിങ്ങളെ കല്യാണം കഴിക്കാം. സാറിന് നമ്പർ മാറിയെന്നാ തോന്നുന്നത്. ഇത് കസ്റ്റമർ കെയർ തന്നെയല്ലേ? അപ്പൊ നമ്പർ ഒന്നും മാറിയിട്ടില്ല. ഒന്ന് കല്യാണം കഴിച്ച് നോക്കിയത്. എനിക്ക് കല്യാണത്തിന് ഒട്ടും താല്പര്യമില്ല. സ്ത്രീധനൊന്നും വേണ്ട. വേണമെങ്കിൽ കല്യാണ ചെലവ് മൊത്തം ഞമ്മളായിക്കോളാം. നിങ്ങളൊന്ന് നിന്നാ മതി. മിസ്റ്റർ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? താല്പര്യമില്ല, താല്പര്യമില്ല, താല്പര്യമില്ല. അങ്ങനെ പറയല്ല ചക്കരെ. ഈ കല്യാണക്കൊരു ത്രില്ലല്ലേ? എത്ര തവണ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലാന്ന്. പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നത്? നിങ്ങൾക്ക് നാണമില്ലേ? ഇതെന്നാട്ടി ഉദവി എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളത്. പുതിയ ഓഫർ ട്യൂൺ എന്നൊക്കെ പറഞ്ഞ് ദിവസം എത്ര തവണ ഈ ഒക്കെ വിളിച്ച് ശല്യം ചെയ്യണേ? എത്ര പറഞ്ഞാലും വീണ്ടും വിളിച്ചോളൂ. ഇനി പേരിൽ ഇത് ആവർത്തിക്കരുത്. ഓ, ഉഷാറായി. എത്രയാ? ഒരു 100 രൂപ അങ്ങോട്ട് തന്നേര്. കറുത്ത ഫിലിം കാറിന്റെ ചില്ലുമെന്ന് പറിച്ചു കളയണമെന്ന് സുപ്രീം കോടതി നിയമം വന്നപ്പോ ഇത് ഒട്ടിക്കുന്നവർക്ക് പണി പോയെങ്കിലും പറിക്കുന്നവന്മാർക്ക് നല്ല പണി കിട്ടി. സുപ്രീം കോടതി നിയമമല്ലേ, നമുക്ക് മാറ്റാൻ പറ്റുമോ? കറുത്ത ഫിലിം ഒട്ടിച്ച കാറിലാണ് തീവ്രവാദികളും കള്ളക്കടത്തുകാരും സഞ്ചരിക്കുന്നതെന്നാണ് സുപ്രീം കോടതി നിഗമനം. അതുകൊണ്ട് നിങ്ങളെ പോലത്തെ പണിയില്ലാത്തവര് വരെ ഫിലിം പറിച്ചു കളയുന്ന പണിയിലിറങ്ങി. ഒട്ടിക്കുന്നവരെ പാട് ഇത് പറിക്കാനില്ലല്ലോ. ഈ മരത്തിനും ചെടികൾക്കും എല്ലാം ഇത്ര നല്ല പച്ചയാണെന്ന് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. നിർത്ത്. അത് ശരി, ഒന്നും അറിയില്ലല്ലേ? ഇടോ, കറുത്ത ഫിലിം കാറിന്റെ ചില്ലിന് ഒട്ടിക്കാൻ പാടില്ലെന്ന് അറിയില്ലേ? പടച്ചോനെ സത്യം, ഈ കറുത്ത ഫിലിം ഞമ്മളല്ല ഒട്ടിച്ച്. ഞമ്മള് കാറ് വാങ്ങുമ്പേ നിങ്ങൾ തന്നെ ഇനി ഒട്ടിച്ചത് ആരായാലും ശരി, സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച് കാറിന്റെ ഗ്ലാസ്സില് അകത്തോട്ട് കാഴ്ച മറയ്ക്കുന്ന ഒന്നും ഒട്ടിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇതുപോലത്തെ കറുത്ത ഫിലിം. 1000 രൂപ ഫൈൻ അടിച്ചിട്ട് പോയിക്കോ. എന്റെ പൊന്നു സാറേ, ഞമ്മക്ക് അറിയാഞ്ഞിട്ടാണ്. ഞമ്മള് ഗൾഫിലെ ഇനി ഇന്നലെ എത്തിയിട്ടുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കള്ളക്കടത്തുകാരും തീവ്രവാദികളാണ് കറുത്ത ഫിലിം ഒട്ടിച്ച കാറിൽ പോകുന്നതാ പറയുന്നത്. ഞമ്മള് തീവ്രവാദിയും കള്ളക്കടത്തുകാരനൊന്നല്ല. ഞമ്മള് പാവ NRI ആണ്. ഞമ്മള് നാളെ തന്നെ അത് പറപ്പിച്ചോളാം. വളരെ നല്ലത്. പക്ഷെ ഇന്ന് ഫൈൻ അടയ്ക്കണം. സാറേ നോക്ക്, തോക്കും ബോംബൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ വരുന്നത് കണ്ടിട്ട് അവര് തീവ്രവാദികളാണെന്നാ തോന്നുന്നത്. എടോ, തീവ്രവാദികൾ കറുത്ത ഫിലിം ഒട്ടിച്ച കാറിലാ സഞ്ചരിക്കാന്ന് നമുക്ക് കിട്ടിയ വിവരം. അത് പാവം വല്ല തോക്കുകച്ചവടക്കാരും ആയിരിക്കും. പറച്ചോനെ, കാറിന്ന് പറിച്ചു കളിയുന്ന ഈ കറുത്ത സ്റ്റിക്കർ അധികാരികളുടെ മുഖത്താണ് ഒട്ടിക്കണത്.
ബാപ്പ എന്നാലും ഞമ്മക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല. അറിവിസ്കനായ ബാപ്പ ടൂറ് വരാന്ന് പറഞ്ഞ ബാപ്പാക്ക് എന്ത് പറ്റി? എടാ മോനെ, നാട്ടുകാര് പറഞ്ഞെടുക്കും പോലെ അന്റെ വാപ്പ അത്രക്ക് വലിയ ബിസ്കനൊന്നുമല്ല. പൈസ ചെലവഴിക്കാനുള്ളതാണ്, അല്ലാണ്ട് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല. ബാപ്പ വണ്ടി നിർത്ത് ഐസ്ക്രീം കഴിച്ചിട്ട് പോവാ. അതൊന്നും വേണ്ട, ഭയങ്കര പൈസാണ്. അല്ല, ഭയങ്കര തണുപ്പായിക്കോന്ന്. ആരെങ്കിലും മഴക്കാലത്ത് ഐസ്ക്രീം കഴിക്കടോ? നമുക്ക് ചൂടുള്ള വല്ലതും കഴിക്കാം. നാട്ടുകാർ പറയുന്നതാ നേര്. ബാപ്പ ബിസ്കനാണ്, അറിബിസ്കൻ. നീ ബോട്ട് വണ്ടി നിർത്തി, നമുക്ക് ബോട്ട് യാത്ര നടത്താം. അയ്യേ, കാറിൽ പോണ സുഖം ബോട്ട് കിട്ടുക സൂറാവി? നിങ്ങൾ വെറുതെ അലമ്പ് വർത്താനം പറയാതെ വണ്ടി നിർത്തി മനുഷ്യ. 3 ടിക്കറ്റിന് 450 ഉറുപ്പ്യ. പറച്ചോനെ, ഹലോ ബാപ്പച്ചി ബോട്ട് മുങ്ങാൻ പോണ്. ഹലോ ബാപ്പച്ചി ബോട്ട് മുങ്ങാൻ പോണ്. നിങ്ങൾക്ക് ഭ്രാന്തായ മനുഷ്യ. ഹലോ ബോട്ട് മുങ്ങാൻ പോണല്ലോ എന്റെ ഭക്തിങ്ങളെ. എന്താണ് ബാപ്പ ചിരിക്കണത്? റിട്ടേൺ ടിക്കറ്റ് എടുക്കാത്തത് എത്ര നന്നായി. അതോർത്ത് ചിരിക്കണ. രാവിലെ തന്നെ കോഴിക്കാല് കടിച്ചു പറിച്ചെന്ന് തന്നെ ഒരു പ്രത്യേക സുഖാണ്. ആരാണ് രാവിലെ തന്നെ മനുഷ്യനൊന്ന് തിന്ന് ഹരം പിടിച്ചു വരികയാണ്. അപ്പോഴത്തേക്ക് ഓരോ പിരിവാര് വന്നേക്കും. മീന. അല്ല, കോഴിയാണ്. അല്ല, ഞാൻ മീന. നിങ്ങള് മീനാണ് കഴിക്കണമെങ്കിൽ നമ്മള് കോഴിയാണ് കഴിക്കണത്. ഇത് ചോദിക്കാണ് നിങ്ങൾ രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിങ്ങോട്ട് വന്നത്. ഹേ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ വനിതാ സംരക്ഷണ ബോർഡ് ചെയർമാൻ മീനാകുമാരിയാ. സൂറാബി നിങ്ങളുടെ ഭാര്യയല്ലേ? ഭാര്യനും. ഇപ്പൊ എനിക്ക് സൂറാബിയുടെ ഒരു പരാതി കിട്ടിയിട്ടുണ്ട്. അത് ശരി, ഇപ്പൊ നിങ്ങൾക്കും കിട്ടിയ പരാതി? എന്നും പരാതിയാണ് സാറേ. അതല്ല നമ്മളത് ഒഴിവാക്കി. ഓളയും കൊണ്ട് നടന്ന പരാതി കേൾക്കാനേ നേരണ്ടാവും. മിസ്റ്റർ ഗഫൂർ, നിങ്ങൾ വനിതാ സംരക്ഷണ ബോർഡ് ചെയർമാൻ മീനാകുമാരിയോടാണ് സംസാരിക്കുന്നത്. അത് ഓർമ്മ വേണം. അതെന്തിപ്പോ അങ്ങനെ പറയാന്? ഞമ്മക്ക് ഓർമ്മക്കേടിന്റെ അസുഖമൊന്നുമില്ല. പൊതുവെ എല്ലാ ആണുങ്ങൾക്കും ഞങ്ങളെ പേടിയാണ്, അതേസമയം ബഹുമാനവും. ഞങ്ങള് കയറി അകത്തിരുന്ന് സംസാരിക്കാം. പറയ്, എന്താണ് ഓളെ പരാതി? ലുക്ക് മിസ്റ്റർ ഗഫൂർ, താങ്കളുടെ ഭാര്യ സൂറാബി ഞങ്ങൾക്ക് തന്ന പരാതി പ്രകാരം താങ്കൾ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഭർത്താവാണെന്നാണ് പറയുന്നത്. ആ ചെറുത്താൻ അങ്ങനെ പറഞ്ഞോ? എന്ത് ഉത്തരവാദിത്തമില്ലെന്നാണ് കൈത പറയണത്? ഇവിടുത്തെ എല്ലാ പണിയും ഞമ്മളാണ് ഉത്തരവാദിത്തോടു കൂടി ചെയ്യണത്. തുണി അലക്കും, മുറ്റമടിക്കും, ഭക്ഷണം ഉണ്ടാക്കും. എന്തിനധികം പറയണം? ഓള് ഞമ്മളെ കൊണ്ട് കുളിമുറി വരെ കഴിക്കും. എന്നിട്ട് പറയാ ഉത്തരവാദിത്തമില്ലാന്ന്? അല്ല പിന്നെ. സൂറാബി പറഞ്ഞ ഉത്തരവാദിത്തമില്ലായ്മ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല. നിങ്ങൾ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്നാ. പച്ചക്കറി, അരി, മീന്, ഗ്യാസ് എന്നിങ്ങനെ. എന്റെ വനിതാ കമ്മീഷണറെ, വീട്ടു ജോലി എത്ര വേണമെങ്കിലും ചെയ്യാം, പക്ഷെ വീട്ടു സാധനം വാങ്ങുന്ന പണി മാത്രം നമ്മളെ ഏൽപ്പിക്കരുത്. അതെന്താണെന്നാ ചോദിക്കുന്നത്? വീട്ടു ജോലി ചെയ്ത നടുവടിയൊന്നേ ഉള്ളൂ, പക്ഷെ വീട്ടു സാധനം വാങ്ങുന്ന പണി അതല്ല. ഓരോന്നിന്റെയും വില കേട്ട നമ്മളെ ബോധം തന്നെ പോവും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളെ ഈ കേസ് നൂരി തരണോ? പഠിച്ചോനെ, എന്തൊരു മസിലാണ്. ഇവിടെ ഉണ്ട് ഒരു മനുഷ്യൻ വേറെ എല്ലും തോടും. ആണുങ്ങളായാലും അതുപോലെ ഉണ്ടാകും. നിങ്ങള് കണ്ട ഗഫൂർക്ക, നമ്മളെ പുതിയ അയൽക്കാരനെ നോക്കിന്ന്. എന്താ ഒരു മസില്. അത് നമ്മളെ അയൽക്കാരനെ നമ്മൾ വിചാരിച്ച് കോഴി പൊരിച്ചയക്കുന്നു. നിങ്ങക്ക് അസൂയാണെന്ന് ഗഫൂർക്ക. നിങ്ങൾ അതുപോലെ ആവണം. പൊന്നു സൂറാബിയെ, വയസ്സുകാലത്തേക്ക് നമ്മൾ ഇടങ്ങാറാക്കരുത്. അയാള് ജിമ്മില് പോയിട്ടാണെന്ന് മസിലുണ്ടാക്കിയത്. നിങ്ങള് പോണം ജിമ്മില്, ഇന്ന് തന്നെ പോണം. മാസം 100 ഉറുപ്പ്യ മാത്രമേ ഫീസ് ഉള്ളൂന്ന്. നിങ്ങള് വേഗം പോയിട്ട് വരികയെ. പഠിച്ചോനെ, ഞമ്മള് ഗഫൂർക്കാക്ക് ഇന്ന് എന്നെ മസില് വരണേ. പഠിച്ചോനെ, അല്ലോ എന്ത് പറ്റിയെന്ന്? മസിലുണ്ടാക്കാൻ പോയിട്ട് വയ്യാണ്ടാണല്ലോ മനുഷ്യൻ കേറി വരണേ. നമ്മളിനി ആ വൈക്ക് പോവില്ല. മാസം 100 ഉറുപ്പ്യവന് ഫീസും കൊടുക്കണം, ദിവസം 500 ഉറുപ്പ്യനെ പണി എടുക്കണം. അല്ലോ ഞമ്മക്ക് വയ്യേ. ഇതിലും ഭേദം എന്തെങ്കിലും പണിക്ക് പോകുന്നതിന് സൂറാവിയെ. ഓണം ഓഫർ, 1 വാങ്ങിയ 1 ഫ്രീ. ഇത് കൊള്ളാലോ. 2 വാങ്ങിയ 4 സൗജന്യം. പറച്ചോനെ, എന്തൊക്കെ ജാതി ഓഫറുകളാണ്.
അതെന്താണ്? പലിശ ഇല്ലാണ്ട് ബാങ്ക് ലോൺ തരുവോ? അപ്പം ബാങ്ക് എന്താ നമ്മൾ നന്നാക്കാൻ നടക്കുന്നത്? ഫ്രിഡ്ജ് വാങ്ങിയാൽ മിക്സി ഫ്രീ. ആ അത് കൊള്ളാം. തണുത്ത ഭക്ഷണം ഇനി അരച്ച് കഴിക്കാം. എല്ലായിടത്തും കച്ചവടം പൊടി കൂരാണല്ലോ. അല്ല, എന്താണ് ഈ ഹോട്ടൽ മാത്രം അടഞ്ഞെടുക്കണത്? അല്ല, എല്ലായിടത്തും ഓഫറും ഫ്രീ ഒക്കെ ആണല്ലോ. ഇവിടെ ഒരു മണ്ണാങ്കട്ടയില്ലേ? ഇവിടെയും ഈ പറഞ്ഞ ഓഫറും ഫ്രീ ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ സ്ഥിരമായിട്ട് പൂട്ടിച്ചു. അത് ശരി. അപ്പൊ ഈ ഓഫർ കൊടുക്കുന്നത് തെറ്റാണ്? ഈ ഹോട്ടലുകാർ കൊടുത്ത ഓഫർ ഒരു ഷവർമ വാങ്ങിയാൽ 3 ചത്ത എലികളും 4 ജീവനുള്ള പ്രാണികളും ഫ്രീ എന്നായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പൂട്ടി. പഠിച്ചോനെ, എന്തൊക്കെ ജാതി ഓഫറുകളാണ്! മിക്സി വാങ്ങിയ ഫ്രിഡ്ജ് ഫ്രീ. എന്നാലൊന്ന് കേറി നോക്കണല്ലോ. വരണം സാർ, വരണം. TV, ഫ്രിഡ്ജ്, മിക്സി, DVD എല്ലാം ഉണ്ട് സാർ. മിക്സി വാങ്ങിയ ഒരു ഫ്രിഡ്ജ് ഫ്രീ എന്ന് കണ്ടിട്ട് കയറിയാണ്. വളരെ കറക്റ്റാണ് സാർ. 5 മിക്സി വാങ്ങിയാൽ നറുക്കെടുപ്പിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ഫ്രിഡ്ജ് ഫ്രീ. മിക്സിക്ക് എന്താണ് വില? ഒന്നിന് 3000, 5 എണ്ണത്തിന് 15000. അപ്പൊ ഒരു ഫ്രിഡ്ജ് സൗജന്യം. അല്ല, ഈ പൈസക്ക് ഒരു ഫ്രിഡ്ജും 10 മിക്സിയും കിട്ടുമല്ലോ. നിങ്ങളിങ്ങനെ ആളെ പറ്റിക്കാൻ കോട്ടിട്ട് കിടക്കാണ്. വരൂ, കേവലം ഒരു ഫോറം പൂരിപ്പിച്ച് നൽകിയാൽ ഉറപ്പായ സമ്മാനങ്ങൾ നേടൂ. അങ്ങനെ ഒരു ഓഫറോ? എന്നാലൊന്ന് അറിയണല്ലോ. വരൂ സാർ, വെറുതെ നിങ്ങളുടെ പേരും മേൽവിലാസവും നമ്പറും എഴുതിയാൽ ഉറപ്പായ സമ്മാനം കിട്ടും. നറുക്കെടുപ്പില്ല, ഭാഗ്യക്കുറിയില്ല, എല്ലാവർക്കും ഉറപ്പായ സമ്മാനം. ഇതാ സാർ ഞങ്ങളുടെ സമ്മാനം. അള്ളാന്റെ മോനെ, ഞമ്മക്ക് അടിച്ചോ? എന്തായിരിക്കും ഇതില്? നല്ല കനൊക്കെ ഉണ്ട്. എന്താണ് കരിങ്കല്ലോ? ഉറപ്പുള്ള സമ്മാനം എന്ന് പറഞ്ഞപ്പോ എത്രയും ഉറപ്പുണ്ടാവുന്ന നമ്മൾ വിചാരിച്ചില്ല. ഈ പുയ്യാപ്പിള നീ എന്തിന് വല്ലാത്തൊരിടങ്ങേറിന് കയ്യാങ്കളി കൂട്ടുന്നടോ? എന്താ ഗഫൂറെ, ഇന്നൊരു പാട്ടും കളി? നല്ല സന്തോഷത്തിലാണല്ലോ. എന്താണെന്നറിയില്ല സുലൈമാനെ, ഇന്ന് രാവിലെ തന്നെ കണി കണ്ടത് നമ്മള് പണച്ചാ കന്ത്രമാനാണ്. ഓനെ കണി കണ്ടാൽ നല്ല കുസാലായിരിക്കും എന്നാണ് എല്ലാരും പറയണത്. അല്ല, ഒന്ന് ടൗൺ വരെ പോകണമല്ലോ. കണ്ട സുലൈമാനെ, നമ്മൾ പറഞ്ഞിട്ട് എന്തായി? നിങ്ങൾ കയറിക്കോളി. ടൗണിലല്ല, യൂറോപ്പിൽ വരെ പോവാൻ നമ്മള് റെഡി. അല്ല, ടൗണിൽ എന്താണ് പരിപാടി? ആശുപത്രിയിൽ ഒന്ന് പോണം. ഓഹോ, എന്താ അസുഖം? പനിയാണ്? ഹേയ്, പനിയൊന്നുമല്ല. എന്നാ പിന്നെ തലവേദന ആയിരിക്കൂലേ? എനിക്കുണ്ട് തലവേദന. ഓരോ ടെൻഷനല്ലേ, അതിൻ്റെതാണ് തലവേദന. ഏയ്, എനിക്കതൊന്നുമല്ല പ്രശ്നം. എന്റെ അസുഖം വേറെയാ. സോറി, മനസ്സിലായി. ഇതൊക്കെ സാധാരണ എല്ലാവർക്കും വരുന്നല്ലേ. ഇതൊക്കെ പറയാൻ എന്തിനാണ് നാണിക്കണത്? തനിക്ക് മനസ്സിലായോ എന്റെ അസുഖം എന്താണെന്ന്? പിന്നല്ലാണ്ട് സാറിന് കുരിയല്ലേ? കുരു പൈൽസ് അല്ലേ? പൈൽസ് എന്റെ വാപ്പാക്ക് കൊള്ളമാറെ. ഇയാളെ മട്ട് മാറിയല്ലോ. എന്താ കഥ? ബലാലെ, എനിക്ക് സൂക്കേട് മറ്റേതാ, ഭ്രാന്താശുപത്രിയിലൊക്കെ നമ്മളിപ്പോ പോണേ. അല്ല, അതിപ്പോ ഭ്രാന്ത് എന്ന് പറയുമ്പോ നോർമൽ ഭ്രാന്തായിരിക്കൂലേ? നോ, നല്ല അസൽ ഭ്രാന്ത. അധികമായാൽ ആൾക്കാരെ ഞാൻ കടിച്ചു കീറും. പഠിച്ചോനെ, ഇതിനായിരുന്നു നമ്മൾ ആ സൈത്താനെ കണി കണ്ടത്. വണ്ടി അവിടെ നിർത്തി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. ഇവിടെ പാർക്കിംഗ് ഇല്ല. ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. പ്ലീസ് ഒന്ന് സഹകരിക്കണം. തലയ്ക്ക് സുഖമില്ലാത്തൊരു വട്ടനാണ്. തനിക്ക് വട്ടായതിന് ഞാനെന്ത് വേണം? അതോ ഞമ്മക്കല്ല, ഇയാൾക്കാണ്. 1/2 മണിക്കൂറിന്റെ കേസല്ലേ? പറ്റില്ല. ഇവിടെ ഇരുചക്ര വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ഓഹോ, അത്രേ ഉള്ളൂ. ഇനി പ്രശ്നമല്ലല്ലോ. ഇനി ഇത് ഇരുചക്ര വാഹനമല്ലെന്നെങ്ങാനും പറഞ്ഞാൽ തന്റെ തലയും ഇതുപോലെ മൊരണ്ടിയാൻ പാടോ. അന്തർമാന്റെ കണി നല്ല ബെസ്റ്റ് കണി. ശവത്ത് കുത്താതടോ സുലൈമാനെ. ഗഫൂർക്ക, നിങ്ങള് കടയിൽ പോയിട്ട് അരിയും സാധനങ്ങളും മേടിച്ചോണ്ട് വരുന്നേ. കുറച്ച് മീനും വാങ്ങിക്കോ, എന്റെ ബാപ്പ വിരുന്ന് വരണ്ട്. പിന്നെ എന്റെ ബാപ്പ വിരുന്നതിന് നമ്മള് കട കംപ്ലീറ്റ് വാങ്ങിക്കൊണ്ടുവരല്ലേ. നമുക്ക് വേറെ പണിയൊന്നുമില്ല. അല്ല പിന്നെ എഴി, ഇന്നലത്തെ മീൻകറി ബാക്കില്ലേ? കുറച്ച് ചമ്മന്തി അരിച്ചോ, 2 പപ്പടവും കാച്ചിക്കോ. അത് മതി. വയസ്സുകാലത്ത് കണ്ടമാനം ഭക്ഷണം കഴിക്കരുത്. ബാപ്പാന്റെ ആരോഗ്യം നമ്മൾ വേണ്ട സുറാവി നോക്കാന്. എന്താണ് ഗഫൂർക്ക നിങ്ങൾ ഇങ്ങനെ പറയണേ? ഇങ്ങനത്തെ പിസ്ക് പാടില്ലട്ടോ. എത്ര നാള് കൂടിയിട്ടാ എന്റെ ബാപ്പയും അനിയത്തിയും കൂടെ വിരുന്ന് വരണേ.
ആരൊക്കെ? എന്റെ ബാപ്പയെ അനിയത്തി. നമ്മളൊരു തമാശ പറയുമ്പോഴത്തേക്കും ഇന്നെ പിശുക്കെന്ന് വിളിച്ചാൽ സുറാബി, പിശുക്ക് എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടാ. അല്ലെങ്കിലും വിരുന്നുകാർക്ക് പയങ്കറി കൊടുക്കുന്ന പാരമ്പര്യം നമ്മുടെ തറവാടിനുണ്ടോ? ഒരു കാര്യം ചെയ്യ്, കോഴി ബിരിയാണി തന്നെ ആയിക്കോട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ബാപ്പാനെ ജീവനാണെന്ന് ഞമ്മക്ക് അറിഞ്ഞൂടെ? പിന്നെ ജീവൻ അനിയത്തിനെ കൂട്ടാണ്ട് തന്നപ്പടി തനിച്ചിങ്ങോട്ട് വരട്ടെ. ജീവനായ ബാപ്പാനെ ജീവൻ നമ്മൾ എടുക്കും. നിങ്ങൾ എന്താ ആലോചിക്കണേ? ഒന്നുമില്ല. അല്ലാ രസപ്പെട്ട് വരിയും കേറിയിരിക്കും. ഒറ്റയ്ക്കേ വരുന്നുള്ളൂ എന്ന് കരുതി നമ്മളാകെ ബേജാറായിട്ട് ഇരിക്കേനി. ഫാത്തിമ കൂടെ വന്നല്ലോ, സന്തോഷായി ഗോപിയേട്ടാ. അല്ല അമ്മോസാക്ക, ഇരിക്കൂ. ഈ ഗഫൂറിന്റെ വക നിങ്ങൾക്ക് കോഴി ബിരിയാണി ഉണ്ട്, കോഴി ബിരിയാണി. ഫാത്തിമ എനക്ക് സുഖല്ലേ? ബാപ്പച്ചി, മുംതാസിന്റെ ഓർമ്മയ്ക്ക് ഷാജഹാൻ എന്താ കെട്ടിയേ? നമ്മള് പറഞ്ഞിക്കല്ലോ സുക്കൂറെ, ഇമ്മാതിരി നിസ്സാര ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ കൊച്ചാക്കരുതെന്ന്. ഇത് ആർക്കാണ് അറിയാത്തത്? എന്നാ ബാപ്പ പറയ്. അത് ഷാജഹാൻ കെട്ടിയത് പിന്നെ നമ്മൾ പറയാ, ഷാജഹാൻ കെട്ടിയത് താജ്മഹലാ, സ്വന്തം ഭാര്യയുടെ ഓർമ്മയ്ക്കായിട്ട്. മണ്ടൻ, ഇങ്ങനൊരു മണ്ടൻ ലോകത്തുണ്ടോ? നമ്മളാണെങ്കിൽ ഓൾ ഓർമ്മക്ക് വേണ്ടിട്ട് ഓൾ അനിയത്തിനെ കെട്ടിയാനേ. ഫാത്തിമ അനിയത്തി, നെഞ്ചിനുള്ളിൽ നീയാണ് ഫാത്തിമ. ഇറങ്ങി പോടി സൈത്താനെ, ബാപ്പാനെ വിളിച്ച്. ആ രാജാ, റേഷനരിയാ? വെറുതെ അല്ല ബാക്കിയുള്ളവർക്ക് കിട്ടാത്തത്, ചാക്ക് കണക്കിനല്ലേ നിങ്ങളിങ്ങനെ വാങ്ങിപ്പോകുന്നത്. അയ്യോ, നിന്റെ നാവ് പുഴുത്തു പോട്ടെ. ഈ നാശം പിടിച്ചവന് ഇവിടെ ഉള്ള കാലത്തോളം ഈ നാട്ടിലെ കഷ്ടപ്പാട് തീരില്ല. അല്ല സുറാവി, ഈ പശു എങ്ങനുണ്ട്? കണ്ടിട്ടൊന്ന് പെറ്റതാന്നാ തോന്നണേ. നമ്മളതിനിവിടെ പെണ്ണ് കാണാൻ വന്നല്ലോ, പശു നോക്കാൻ വന്നല്ലേ. അപ്പൊ പെറ്റതാ നല്ലത്. മീരാനെ, ലാസ്റ്റ് എന്ത് വേണോ? നിങ്ങൾ ഉറപ്പിച്ചിങ് തന്നാളിന്ന് 2 നേരമായിട്ട് 10 ലിറ്റർ പാല്, ഒപ്പം പോരാത്തതിന് ഒരു കുട്ടിയും. എന്താ പോരെ? അപ്പൊ കുട്ടിക്കും കുടിക്കാൻ വേണ്ടി വരൂലേ 4 നേരം? പിന്നെ ബാക്കി എനിക്ക് എന്തുണ്ടാവും? ഇത്തരം മനുഷ്യപ്പാറ്റില്ലാണ്ട് സംസാരിക്കല്ലേ ഗഫൂറെ. അച്ഛന്റെ പാല എന്റെ കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കണ്ടേ? അല്ല കൊടുക്കണല്ലോ. കൊടുക്കാണ്ടിപ്പോ കയ്യോ? അല്ല ഇയൊന്ന് കുറച്ചു കൊടുത്താ ഞമ്മക്ക് കുട്ടിക്ക് പാല് കൊടുക്കേന്. എന്തേ ഈ കായ് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിക്കണ്ട. ഒരു 15 അങ്ങ് ഉറപ്പിച്ചോളി. ഇതില് കുറയൂലേ? വേണേ മായിക്കോളി, ഇല്ലേ പോയിക്കോളി. എന്നാലും എന്റെ വീരാനെ കൊന്നാലും തരൂല. മതിന്ന് പേശിയത്. ആ കായ് കൊടുത്തിട്ട് കയറിങ്ങോട്ട് വാങ്ങിക്കാം. അല്ലടി, പശു നമ്മൾ വാങ്ങി, ഇനിങ്ങനെ വീട്ടിലെത്തിക്കൂ. പശുവിന് 4 കാലുണ്ടല്ലോ, ഈ 2 കാല് ഞമ്മക്കും ഉണ്ട്. ഒരു 2 പരലോങ്ങല്ലേന്ന് ഞമ്മക്ക് ഇതിനെ പുല്ലും തീറ്റിച്ചിങ്ങാണ്ട് നടക്കാം. നടക്കലാണ് കുഴപ്പം. ആ കരിങ്കണ്ടൻ ദജ്ജാലിന്റെ വീട്ടിന് മുന്നിൽ കൂടിയല്ല നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകേണ്ടത്. കുടുംബശ്രീന്ന് ലോൺ എടുത്ത് വാങ്ങിയ നിന്റെ പൈ ഉയ്യിലാവും. പശുവിനെ കണ്ട അയാൾ എന്തെങ്കിലും പ്രാകും. പിന്നെ ആ നാക്കാലിന്റെ കാര്യം പോക്കാ. നമ്മൾ എന്താ ചെയ്യാ? ഒരു പണിയുണ്ട്, ഈയും പയ്യ ഇവിടേക്ക്, നമ്മളിപ്പോ വരാം. ഇബിലീസ് അവിടെ ഇല്ലാന്നാ തോന്നണേ. ഉണ്ട് മിണ്ടല്ല, ഈ അങ്ങോട്ട് നോക്കണ്ട. പഠിച്ചോനെ കാത്തോളേ. കണ്ടില്ലേ, തെരഞ്ഞെടുപ്പ് അടുത്തുന്നാ തോന്നുന്നത്. സ്ഥാനാർത്ഥികളെ വോട്ട് പിടിക്കാൻ ഇറങ്ങിയതാ. വോട്ട് പിടിക്കാനല്ല ഹിമാറെ, എന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയ ഞമ്മള്. ഈ എന്റെ നാവും പണ്ടാറങ്ങി പോട്ടെ. പരസ്സോനെ, ഞമ്മളെ കയ്യിൽ പേന കത്തിക്ക് ഇത്രയും മൂർച്ച ഉണ്ടായിനോ? ഇതെന്നാ തോന്നുന്നത്. എത്ര മോനെ ചാർജ്? എന്തെങ്കിലും ചായ പൈസ തന്നാ മതി. 6 ഉറുപ്പ്യുണ്ട്, ചായ കുടിച്ച് പോയിക്കോളി. 6 രൂപയോ? ഇയാളെന്താ ആളെ കളിയാക്കുക? ചായ പൈസ എന്ന് പറഞ്ഞാ പിന്നെ എത്ര ഉണ്ടോ? നിങ്ങളൊരു 30 രൂപ ഇങ്ങ് തന്നേ. പറച്ചോനെ, 30 ഉറുപ്പ്യന്റെ ചായ? എന്താണ്ടോ സ്റ്റാർ ഹോട്ടലിനാണ് ചായ കുടിക്കണേ? എന്നാ 30 പണ്ടാറങ്ങി പോട്ടെ. വല്ലാത്ത ചായ കുടി തന്നെയാണ് മോനെ എന്റെ ചായ കുടി. ആരാ, എന്ത് വേണോ? അല്ല സൈത്താനെ, എനക്ക് ഞമ്മള് മനസ്സിലായില്ലടോ. ഇത് ഗഫൂറല്ലേ? എത്ര കാലായി ഗഫൂറെ കണ്ടിട്ട്. കയറുവാ. പിന്നെ എന്തൊക്കെ വിശേഷം പറയോക്കരെ? എന്നാലും ആ പണ്ടത്തെ പീക്കിരി പോക്കര് ഇങ്ങനെ വലുതായി പീരങ്കി പോലായല്ലോ. ഈ കല്യാണം കഴിച്ചില്ലടോ? പിന്നല്ലാതെ. മൈമുന, ഇത് ഞമ്മളെ ചങ്ങായി ഗഫൂർ, ഞമ്മൾ ഒരുമിച്ച് പഠിച്ചതാ. പഠിച്ചോനെ, സ്കൂളിലും പോയിട്ടുണ്ടാ?
അത് ഈ സുലൈമാൻ ഉണ്ടാക്കിക്കൊണ്ട ഗഫൂറെ ഭാര്യാന്ന് പറഞ്ഞ ഓളെപ്പോലെ ആയിരിക്കണോ? എന്താ ഒരു ചിരി, എന്താ ഒരു നോട്ടം, അതൊക്കെ ഒരു ഭാഗ്യാണോ? അല്ല നോക്കിന്ന് കട്ടൻ ചായയില് പാല് വെക്കണോ? കട്ടൻ ചായ പാലോ? വേണ്ട മോളെ, പാലില്ലാത്ത കട്ടൻ മതിട്ടാ. എന്റെ പൊന്ന് ഗഫൂറെ, ഓളാണടോ ഭാര്യ. എന്തൊരു ബുദ്ധിയെന്നറിയോ, എന്തൊരു അനുസരണയെന്നറിയോ. അല്ല ചായയില് പഞ്ചസാര ഇടണോ അതോ ശർക്കര ഇടണോ? പഞ്ചസാര മതി ചക്കരെ. നിങ്ങള് വലിയ സ്നേഹത്തിലാണല്ലേ. സന്തോഷായിന്റെ പോക്കരെ, എനക്ക് നല്ലൊരു ഭാര്യനെ കിട്ടിയല്ലോ. നല്ല ഭാര്യയാ ആ പോയ ജന്തുവോ? ജന്തുവോ? ഈ അല്ലടോ പറഞ്ഞത് അന്റെ ഭാര്യ ആണാണ് കുതിരാണെന്നൊക്കെ. ഓളാണ് യഥാർത്ഥ ഭാര്യ എന്നൊക്കെ ഈ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ വാക്ക് മാറ്റി പറയാണ്. ഞാൻ പറഞ്ഞത് ഈ ജന്തുവിനെ പറ്റിയല്ല ഗഫൂറെ, നമ്മൾ അടുത്ത വീട്ടിലെ സുക്കൂറിന്റെ ഭാര്യ സൈനബില്ലേ, ഓളാണ് ഭാര്യ. എന്താ ഒരു നോട്ടോ, ആഹാ എന്താ ഒരു ചിരി. അത് ശരി, അയലത്തെ ഭാര്യ, അതാണ് ഭാര്യ. കൊച്ചു കള്ള. ഹലോ, നിങ്ങള് കല്യാണപ്പുരയിലെത്തിയോ? ബസ് കിട്ടിയില്ലേ? നമ്മള് കാറിലാണ് വരുന്നത്. ഒരു 10 മിനിറ്റ് കൊണ്ട് അങ്ങ് എത്തൂ. ഇങ്ങളൊന്ന് ആഞ്ഞു തള്ളിന്ന്. രാവിലെ തന്നെ പത്രിയും കോയും തന്ന ഇതിനല്ലടി. അല്ല ഇതിപ്പോ ഏത് ഗിയറില? ഇപ്പൊ ഫസ്റ്റ് ഗിയറാണ്. കുറച്ചുകൂടി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഗിയർ ഇടാ കേട്ടോ. ഇങ്ങക്ക് ഇതൊക്കെ അറിയാലോ. നിങ്ങള് പണ്ട് പോളിടെക്നിക്കിൽ എത്താൻ പഠിച്ചിനോ? എടി, ഇഞ്ചിന്റെ പ്രവർത്തനം അറിയണമെങ്കിൽ പോളിടെക്നിക്ക് പഠിക്കണമെന്നൊന്നുമില്ല. കിഡ്നി ഉണ്ടായാൽ മതി, കിഡ്നി. മനസ്സിലായില്ലേ? എന്ത് പറ്റി? വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ? ബ്രേക്ക് ഒന്നും ഡൗൺ അല്ല. നമ്മളെ കെട്ടിയൊക്കെ ഒരു പൂതി വണ്ടി ഓട്ടാൻ പഠിക്കണമെന്ന്. അതിന് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇറങ്ങിയാണ്. അല്ല ഗഫൂർക്ക, ഇങ്ങനെ തള്ളിക്കൊണ്ടുപോയ എങ്ങനെയാ ഡ്രൈവിംഗ് പഠിക്കുക? എടി സൈത്താനയ്യ, സ്റ്റെയറിംഗ് ഒന്ന് നേരെ പിടിക്കുന്നു. പടച്ചോനെ, ഇതിലിപ്പേതാ സ്റ്റെയറിംഗ്? സ്റ്റെയറിംഗ് നമ്മളെ ഗീസല് ആ വട്ടത്ത് കാണാണ് സ്റ്റെയറിംഗ്. അത് ടയറല്ലേ? എടി പുറത്ത് ഉരുളുന്നാണ് ടയറിന്ന്. കല്യാണപ്പോരയിൽ എത്തിയാ തന്നെ ഇതെങ്ങനെയാ നിർത്തുക? ഇതിന് ബ്രേക്ക് ഒന്നുമില്ലേ? ഞമ്മള് തള്ളല് നിർത്തിയാല് വണ്ടി തന്നാലെ നിന്നോളൂ. ഈ മെനക്കാരൻ കേട്ടോ. മര്യാദയ്ക്ക് 5 ഉറുപ്പിക കൊടുത്താൽ ബസ് പോകാനുള്ള പണിയുള്ളൂ. ഓളൊരു ഒടുക്കത്തെ കിവറ്. അല്ല ഗഫൂർക്ക വന്നില്ലേ? മൂപ്പര് ബൈക്കിലുണ്ട്. എന്നിട്ട് കാണുന്നില്ലല്ലോ. ഞമ്മളിവിടെ ഉണ്ട് മോനെ. നിങ്ങളെന്താ വണ്ടി തള്ളി വന്നതാ? എന്തു പറയാനോ മോനെ, ഞമ്മളെ കെട്ടിയോക്ക് കല്യാണത്തിന് കാറിൽ തന്നെ പോണോന്നൊരു പൂതി. അങ്ങനെ 8 കിലോമീറ്ററോളം ഓളെ കാറിൽ കയറ്റി തള്ളിക്കൊണ്ടുപോകുന്നതാണ് ഞമ്മള്. പെട്രോൾ വിലക്കയറ്റത്തിന് രക്ഷപ്പെടാൻ ഇനി ഇതൊക്കെ വഴിയുള്ളു മോനെ. പറച്ചോനെ, ആകാശത്തോട് പറക്കുന്ന വല്ല വിമാനവും ഞമ്മളെ തലയിൽ മുക്കുവോ? അതിനൊരു പണിയുണ്ട്. എന്റെ പഠിച്ചോനെ, ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? അതെ, സൂറാബിയുടെ ചോദ്യം ശരിയാണ്. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? അധികമായാൽ അമൃതും വിഷമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഇവിടെയും അതാണ് പ്രശ്നം. മൂപ്പരെ പറ്റി പറയുകയാണെങ്കിൽ വല്ലാത്ത ശ്രദ്ധയാണെന്ന്. നിങ്ങള് കണ്ടില്ലേ ഗഫൂർക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോയ പോക്ക്? മൂപ്പര് ചന്ദ്രനിലേക്കോ ചൊവ്വയിലേക്കോ ഒന്നും പോയതല്ല. പീടികയില് പച്ചമുളകും തക്കാളിയും വാങ്ങാൻ പോയതാണ്. പക്ഷെ അങ്ങനെ പോവുള്ളൂ. ഷൂസ് ഇട്ടിട്ടില്ലെങ്കിൽ പാമ്പ് കടിക്കും. കണ്ണട വെച്ചില്ലെങ്കിൽ കണ്ണില് പൊടി പോകും. തൊപ്പി വെച്ചില്ലെങ്കിലോ മോന്ത കരുവാളിക്കൂ. ഇതൊക്കെയാണ് മൂപ്പരെ വർത്താനം. ബസ്സില് മൂപ്പര് കേറൂല. ബസ്സിൽ നിന്നല്ല ഒരു വാഹനത്തിലും കേറൂല. അപകടം ഉണ്ടാകുന്നാണ് പറയാ. ഇതിന് ഭ്രാന്തെന്നല്ലാതെ എന്താണ് ഞാൻ പറയണ്ടേ? ഇതാണ് ഗഫൂർ. ഏത് സമയവും എന്തപകടവും പ്രതീക്ഷിക്കാവുന്ന ഇന്നത്തെ അവസ്ഥയിൽ അതീവ ശ്രദ്ധയോടെ അപകടങ്ങളെ മാറ്റി നിർത്തി ജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാൾ.
ആ ഗഫൂർക്ക ടൗണിലേക്കാണെങ്കിൽ കയറിക്കോളി. ഗഫൂർ അധികം സംസാരിക്കാറില്ല. സംസാരിക്കുമ്പോൾ എനർജി നഷ്ടപ്പെടും എന്നതാണ് കാരണം. മണിക്കൂർ 2 ആ മനുഷ്യൻ പീടിയെ പോയിട്ട് 5 മിനിറ്റ് കൊണ്ട് പോയി വരാവുന്ന ദൂരേ ഉള്ളൂ. വരുന്നുണ്ട്. ഇതാണ് പറഞ്ഞത്, വരാനുള്ളത് വൈകി തങ്ങൂലെന്ന്. തേങ്ങ നെറുകൻ തലേ തന്നെ വീണ് പഹന്റെ. എവിടെ സല്യൂട്ട്? സല്യൂട്ട് എവിടെ? സാർ, ഈ സല്യൂട്ടിന് ഇങ്ങനെ തെരഞ്ഞെടുക്കാൻ പറ്റൂല. നമ്മള് മുന്നിൽ വന്ന അപ്പം കിട്ടണോ? അതുപോട്ടെ, ആ പിടിച്ചുവരി കേസിലെ പ്രതി എന്ത് പറയണ്? ഞങ്ങള് കുത്തി കുത്തി ചോദിച്ചു സാർ, അവൻ കണ്ണുരുട്ടുന്നു. എവിടെ അവൻ? ലോക്കപ്പിലുണ്ട് സാർ. തുറക്കടാ ലോക്കപ്പ്. സാറേ, ഞങ്ങളൊന്നും ചെയ്യല്ലേ, ഞങ്ങളൊരു പാവങ്ങളാണ് സാറേ, ഞങ്ങളൊന്നും ചെയ്യല്ലേ. ഏടാ ഈ മിന്നലെന്ന് കേട്ടു നിങ്ങള്? ഉണ്ട് സാർ. എന്താടാ കേട്ടത്? മിന്നലേ മിന്നലേ താഴെ വരൂ. ചട്ടം, ആ മിന്നലല്ല നമ്മള് ചോദിച്ചത്. ഈ മിന്നൽ അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിം വരെ നമ്മളിവിടെ ഉള്ളത് കൊണ്ടാണ് നാട്ടിലേക്ക് വരാത്തത്. മനസ്സിലായോ? അപ്പോ സാർ അയാളെക്കാളും വലിയ കള്ളനാണോ? പാടാ ഇവിടെ കളിച്ച് വാപ്പാന്റെ വടി കൊണ്ടാടാ കോൽക്കളി. ഒരു എസ്ഐനെ കള്ളാന്ന് വിളിക്കാൻ മാത്രം എനിക്ക് ധൈര്യോ? നമുക്ക് അയ്യോ അയ്യോ എന്റെ മയ്യത്തെ സാറേ തല്ലല്ലേ. അല്ലോ അല്ലോ റബ്ബേ, അല്ലോ ഈ പഹേ നമ്മളെ കൊല്ലുന്നേ. ഉറങ്ങിക്കിടന്ന് നമ്മളെ കൊല്ലുന്നേ. ഓടി വരണ നാട്ടുകാരെ, ഓടി വരണേ. സുറാവിത്ത എന്താ പറ്റിയേ? വാതിൽ തുറക്കി. ഓടി വരണേ. എന്തോ അപകടം പറ്റിയിട്ടുണ്ട് കേട്ടോ. രക്ഷിക്കണേ. വാതിൽ തുറക്കി. തുറക്കരുത് സൂറാവി, ദയവ് ചെയ്ത് തുറക്കരുത്. തുറന്നാ പോലെ നമ്മളെ കൊല്ലും. കൊല്ലണങ്ങളാ. എന്നാലും നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന ഞമ്മള് കരുതിയില്ല. ഇങ്ങക്ക് ഇന്നെ കൊന്നിട്ട് വേറെ കെട്ടണല്ലേ? ഇപ്പൊ തുറക്കും ഞാൻ വാതില്. തുറക്കല്ലോ മോളെ. മാറിന്നങ്ങട്ട്. ഇയാളിന്നെ കൊല്ലാൻ നോക്കി ശങ്കരേട്ടാ. വാടാ ഇവിടെ. നിങ്ങൾ നമ്മളെ തെറ്റിദ്ധരിച്ചാണ്. നമ്മളോളെ കൊല്ലാൻ നോക്കിയെന്നല്ല, പിന്നെ നമ്മളൊരു എസ് ഐ ആയതായി സ്വപ്നം കണ്ടാണ്. എസ് ഐന്റെ ട്രെയിനിങ് പെണ്ണുങ്ങളെ നെഞ്ഞത്താണോ വലിച്ചു താഴറാ. അല്ലോ അടിക്കല്ലേ. അല്ലോ നമ്മള് പറഞ്ഞില്ലേ, നമ്മള് സ്വപ്നം കണ്ടാണ്. എന്തിനാ നിങ്ങളെല്ലാം കൂടി നമ്മൾ അടിക്കണത്? എന്നാ ഞങ്ങളൊരു സ്വപ്നം കണ്ടതാ, ഒരു ഭ്രാന്തായനെ തല്ലിക്കൊല്ലുന്നത്. இருந்தாலும் നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി, വേലക്കാരിയായിരുന്നാലും നീ മോഹവല്ലി. ആ വേലക്കാരിയോട് ഒരു ഗ്ലാസ് വെള്ളം തരാൻ പറയൂ. ഇന്ന് നല്ല സുന്ദരിയായിരിക്കണല്ലോ. ഇന്നലെ രാത്രി ഞമ്മള് വന്ന് വാതിലിന് മുട്ടിയപ്പോ ഈ മേടിച്ചോയോ? ഒന്ന് പതുക്കെ പറ, സൂരാബിത്ത അപ്പുറത്തുണ്ട്. കായലരികത്ത് പൊലയെറിഞ്ഞപ്പം പളകിലൂക്കിയ സുന്ദരി. ഹലോ പാറ്റ, പഠിച്ചോനെ, ഞമ്മക്ക് ഇത്രയും പേടിയുള്ളൊരു സാധനം ഭൂമിയില് വേറെ ഇല്ല. എത്ര ദിവസമായി ഈനെ കൊല്ലാൻ നടക്കണ്? എന്താണ് സൂറാവി, ഈ ആരോടാണ് വർത്താനം പറയണ്? ഇന്ന് കൊന്നിട്ടുള്ളു, ബാക്കി കാര്യം എവിടെ ഒലക്കാ? പഠിച്ചോനെ, സംഗതി പ്രശ്നമായോ? വേലക്കാരിയായിട്ടുള്ള ഇടപാട് സൂറാവി കണ്ടുപിടിച്ചോ? അല്ലോ, നമ്മളെ കൊന്നു തന്നെ പഠിച്ചോനെ. എവിടെ പോയി? ഇപ്പൊ ഇവിടെ കണ്ടതാണല്ലോ ജന്തുന. ഇന്നലെ രാത്രി വേലക്കാരിന്റെ മുറിന്ന് ഇറങ്ങി വരണത് കണ്ടപ്പോ തന്നെ തല്ലി കൊല്ലേണ്ടി, പക്ഷെ രക്ഷപ്പെട്ടു. പൊന്നു സൂറാവി, നമ്മളെ കൊല്ലരുത്. ഇനി വേലക്കാരിന്റെ മുറിയിലേക്ക് നമ്മള് പോകൂല സൂറാവി. അല്ലാ.